Hi all, iPlus Training Solutions in മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയാണ്. Okay, so in the last session we have discussed about work transfer and heat transfer, basics of work transfer and heat transfer. So അതിൻ്റെ ബേസിൽ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പ്രധാനമായിട്ടും 5 തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Let's see one by one. So the first thermodynamic process is what is called as isobaric process or constant pressure process. Isobaric process or constant pressure process. Okay, അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ്. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക്, സേ ഫ്രം സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നടന്നു എന്ന് പറയും? ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്രോപ്പർട്ടീസായ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അത് സ്റ്റേജ് 1-ൽ P1, V1, T1 ആയിരുന്നെങ്കിൽ സ്റ്റേജ് 2 ആകുമ്പോൾ എന്താവും? P2, T2, V2 ഒക്കെ ആയി മാറും. അതായത് പ്രോപ്പർട്ടി ഒരു സ്റ്റേറ്റിൽ നിന്നും ഇതിലേക്ക് പോകും, മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റൊരു വാല്യൂയിലേക്ക് പോകും. അപ്പോൾ എന്ത് നടക്കും? അത് നടക്കുന്ന ആ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ചേഞ്ച്, അതാണ് നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്. ഇഫ് ദിസ് തെർമോഡൈനാമിക് പ്രോസസ് occurs at constant pressure, we call it as isobaric process or constant pressure process. ഓക്കെ, സോ നമുക്ക് ഐസോബാറിക് പ്രോസസ്സിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്, ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ഐസോബാറിക് പ്രോസസ്, അല്ലെങ്കിൽ ഇതിനെ ഐസോപീസ്റ്റിക് പ്രഷർ എന്ന് പറയും. പ്രോസസ്, നോട്ട് പ്രഷർ, ഇറ്റ് ഈസ് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് ഓർ ഐസോപീസ്റ്റിക് പ്രോസസ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ് വിത്ത് കോൺസ്റ്റന്റ് പ്രഷർ, ഓപ്ഷൻസിനകത്ത് ഐസോബാറിക് കണ്ടില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്തായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക? കറക്റ്റ് ആൻസർ ഐസോപീസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഐസോബാറിക് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഐസോബാറിക് ഓപ്ഷൻസ് തന്നിട്ടില്ല എന്ന് ക്വസ്റ്റ്യൻ തെറ്റാണ്, ആൻസർ ഓപ്ഷൻസിനകത്ത് ഇല്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അതിന് ഐസോപീസ്റ്റിക് എന്നും നമുക്ക് ഒരു ഓപ്ഷൻ തന്നേക്കാം. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഐസോബാറിക് പ്രോസസ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് തന്നെയാണ് ഐസോപീസ്റ്റിക് പ്രോസസ്. ഓക്കെ, സോ അതിൽ എന്താണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? പ്രഷർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്, അല്ലേ? പ്രഷർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. സോ വി ഹാവ് ദി ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, PV = mRT, അല്ലേ? PV = mRT. ഇവിടെ എന്ത് പാരാമീറ്റർ ആണ് ഇവിടെ കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്, അല്ലേ? മാസ് ഈസ് assumed to be a constant value and R is also a constant. അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനകത്ത് പ്രഷർ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. ഇതെല്ലാം കൂടി ഒരൊറ്റ സൈഡിൽ കൊണ്ടുവന്നൂടെ? അപ്പോൾ എങ്ങനെ വരും അത്? P/m × R എന്ന് വരത്തില്ലേ? P/m × R. ബാക്കി എന്തുകൊണ്ട്? P/m × R, T/V, അല്ലേ? ഓർ MR/P, തിരിച്ചും വേണമെങ്കിൽ പറയാം. MR/P എന്ന് പറയുന്ന സാധനം എന്ത് തന്നെയാണ്? V/T അല്ലേ? അതെന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, അല്ലേ? MR/P ഓർ P/mR, ആ വാല്യൂ എന്താണ്? ഒന്നുകിൽ T/V അല്ലെങ്കിൽ എന്താണ്? V/T, അല്ലേ? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് റിലേഷനാണ് കിട്ടിയത്? V/T ഈസ് എ കോൺസ്റ്റന്റ് കിട്ടി, അല്ലേ? V/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? T അല്ലേ? V ഈസ് പ്രൊപ്പോർഷണൽ ടു T. ഇത് റിലേറ്റ് ചെയ്ത് ഏതോ ഒരു ഗ്യാസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇത് റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും ഒരു ഗ്യാസ് ലോ ഓർമ്മയുണ്ടോ? V ഈസ് പ്രൊപ്പോർഷണൽ T, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് വിച്ച് ലോ? ഇറ്റ് ഈസ് ചാൾസ് ലോ. V is proportional to T. So constant pressure process or isobaric process, അത് ഗവേൺ ചെയ്യുന്ന ഗ്യാസ് ലോ ഏതാണ്? ഇറ്റ് ഈസ് ചാൾസ് ലോ. അത് ഗവേൺ ചെയ്യുന്ന ഗ്യാസ് ലോ ഏതാണ്? ഇറ്റ് ഈസ് ചാൾസ് ലോ. ദാറ്റ് ഈസ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതല്ലേ നമ്മൾ ചാൾസ് ലോയിൽ പഠിച്ചത്. ഇപ്പോൾ ചാൾസ് ലോ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ഗ്യാസ് ലോ ഏതാണ്? ചാൾസ് ലോ. സോ നമുക്കിവിടെ കിട്ടിയത് V ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്ന് കിട്ടി. സോ ഇതിൻ്റെ ഒരു PV ഡയഗ്രാം വരച്ചാൽ എങ്ങനെയിരിക്കും? ഇതിൻ്റെ ഒരു PV ഡയഗ്രാം വരച്ചാൽ ലെറ്റ്സ് ടേക്ക്
PV, let's consider PV diagram. V is taken, volume is taken on the y-axis, x-axis, and P is taken on the y-axis. എന്ത് പ്രോസസ്സാണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണല്ലേ. അപ്പോൾ എന്തിന് ചേഞ്ച് ഇല്ല? പ്രഷറിന് ചേഞ്ച് ഇല്ല. ദെൻ ഇറ്റ് വിൽ ബി എ straight horizontal line because P is a constant. Okay, so this is state 1 and this is state 2. So from 1 to 2 ആണ് ഇപ്പോൾ പ്രോസസ്സ് നടക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം from 2 to 1 ഒരു പ്രോസസ്സ് നടക്കാം. അല്ലെങ്കിൽ this is 1, this is 2. Process happens in this direction. This is also a isobaric process or constant pressure process. ശരിയല്ലേ? പ്രഷർ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ P1 will be equal to P2. Here also P1 will be equal to P2. So what is a constant pressure process on a PV diagram? It will be a horizontal line. If P is taken on the y-axis, it will be a horizontal line. PV diagram. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐസോബാരിക് പ്രോസസ്സിലെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ റിലേഷൻ നമുക്ക് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? V ഈസ് പ്രൊപ്പോർഷണൽ ടു T. അതായത് ഏത് ലോ ആണ്? ചാൾസ് ലോ. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളൂടി നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. Heat transfer and work transfer for isobaric process. Heat transfer. Okay. Heat transfer equation എന്താണ്? Q is equal to mc delta T അല്ലേ? mc delta T അല്ലേ? That is Q ഇവിടെ ഇത് എവിടുന്ന് എവിടം വരെയാ? 1 to 2 ആണല്ലേ? പ്രോസസ് ഫ്രം എവിടുന്ന? 1 to 2 ആണ് പോയത് അല്ലേ? Q from 1 to 2. So 1 to 2 എന്ന് പറയുന്നത് m ഇൻറ്റു ഇവിടെ C എന്ത് വരും? ഇത് എന്ത് പ്രോസസ്സാ? Constant pressure process. So the specific heat should be taken at constant pressure. So C എന്താവും? Cp ആവും. Delta T 1 to 2 അല്ലേ? അപ്പോൾ what is the change in temperature? T2 minus T1. T2 minus T1. Are you clear? So Q1 to 2 എന്ന് പറയുന്നത് mCp into T2 minus T1 എന്ന് നമുക്ക് കിട്ടും. ഏത് പ്രോസസ്സ് വെച്ചിട്ട്? ഈ മേളത്തെ പ്രോസസ്സ് വെച്ചിട്ട് ഇത് വെച്ചാൽ തിരിച്ചു വരും. 2 to 1 ആണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. സോ T1 മൈനസ് T2 എന്ന് വരും. ഞാനിപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരൊറ്റ പ്രോസസ്സ് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരൊറ്റ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വെച്ചിട്ട്. സോ പ്രോസസ് 1 to 2 ഞാൻ എടുത്തു കഴിഞ്ഞാൽ mCp ഇൻറ്റു T2 മൈനസ് T1 കിട്ടും. ഏതാണ് ഇക്വേഷൻ? ഈ ട്രാൻസ്ഫർ ഫോർ ഐസോബാരിക് പ്രോസസ്. നൗ വർക്ക് ട്രാൻസ്ഫർ ഇക്വേഷൻ കൊണ്ട് നമ്മൾ അറിയണം. വർക്ക് ട്രാൻസ്ഫർ, heat transfer and work transfer. Work transfer W is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ PdV. ഇൻ്റഗ്രൽ PdV. ഇത് എവിടെ മുതൽ എവിടെ വരെ? 1 to 2 അല്ലേ? സോ ഇൻ്റഗ്രൽ ഫ്രം 1 to 2 PdV. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? ഇത് എന്ത് പ്രോസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 1 to 2 dV. എന്താണ് ഇൻ്റഗ്രൽ ഫ്രം integral dv? It is v to the limit 2 to 1. Sorry, 1 to 2. എന്നിട്ട് അതിനെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? W is equal to P into V2 minus E1 കിട്ടും അല്ലേ? P into V2 minus E1 കിട്ടും. This is the equation for work done for a constant pressure process. What is the equation? P into V2 minus V1. ഇപ്പോൾ അറിയാമല്ലോ, ഇൻ്റഗ്രൽ ഡി വി എന്ന് വെച്ചാൽ V ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് V2 മൈനസ് V1 കിട്ടും. ഇതൊരു ഇക്വേഷൻ. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി എഴുതാം. P is equal W is equal to നമുക്കറിയാം PV is equal to എന്താണ്? MRT ആണെന്ന് അറിയാം അല്ലേ? PV equal to MRT ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, P2 ഇത് അകത്തേക്ക് കൊടുത്താൽ P ഇൻറ്റു V2 മൈനസ് P ഇൻറ്റു V1 എന്നല്ലേ വരിക. അതായത് PV ഈക്വൽ ടു MRT ആണെങ്കിൽ P1 V1 എന്താണ്? MRT1 ഉം P2 V2 എന്ന് പറയുന്നത് എന്താണ്? MRT2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ P ഇൻറ്റു V2, ഇപ്പോൾ നമുക്ക് P2 ഇൻറ്റു V2 എന്ന് വെച്ചാൽ MRT2 മൈനസ് MRT1 എന്ന് വരത്തില്ലേ? ആ MR കോമൺ നമുക്ക് എന്ത് വരാം? MR ഇൻറ്റു
MR ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതി കൂടെ? ഇതിൻ്റെ കൺവേർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കൂടെ? P1 V1 P2 V2 ഇങ്ങനെയാണ് റിലേഷൻ എങ്കിൽ MR T1 MR T2 ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ P ഇൻറ്റു V2 മൈനസ് P ഇൻറ്റു V1 എന്ന് പറയുന്നത് MR T2 മൈനസ് MR T1 എന്ന് വരും. അതിൽ നിന്ന് MR കോമൺ എടുത്താൽ നമുക്ക് എന്ത് എഴുതാം? MR ഇൻറ്റു T2 മൈനസ് T1 എന്ന് വരും. സോ ഐസോബാറിക് പ്രോസസ്സിനെ സംബന്ധിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പ്രഷർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ PVT റിലേഷൻ എന്ന് പറയുന്നത് PVസിൽ MRT ആണ്. അതിനകത്തുനിന്ന് പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് വാല്യൂ ഞാൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് V/T എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. അതായത് അതിൻ്റെ V/T ഒരു കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അതെന്ത് ലോ ആണ്? ചാൾസ് ലോ. സോ വിച്ച് ഗ്യാസ് ലോ ദാറ്റ് ഗവേൺസ് isobaric process or isopistic process or constant pressure process? It is Charles law. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ PV ഡയഗ്രത്തിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ ഐസോബാറിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 എനർജി ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമ്മൾ വളരെ, ഇത് മാത്രമല്ല എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സിലും ഇത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. PVT റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാൻ അറിയണം. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫറും എന്ത് വരും, വർക്ക് ട്രാൻസ്ഫർ എന്ത് വരും എന്നറിയണം. ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ നോക്കിയേ, Q = mc ΔT ആണ്. പക്ഷേ ഇവിടെ 1 to 2 പ്രോസസ് നടക്കുമ്പോൾ സി എന്താവും? ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് CP ആവും ഇൻറ്റു T2 മൈനസ് T1 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. വർക്ക് ട്രാൻസ്ഫറോ PdV ആണ്. സോ ഇവിടെ ഡിഫറൻസ് V2 മൈനസ് E1 എന്ന് വരും അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് P കോമൺ ആയിട്ട് വരും. അതിന് ഈ റിലേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് MR T2 മൈനസ് T1 എന്നൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മുടെ റിലേഷൻ എന്താണ്? അത് നമുക്ക് ഇവിടെ ഒന്ന് ഡിനോട്ട് ചെയ്യാം. ഐസോബാറിക് പ്രോസസ്സിൽ ഇതിൻ്റെ നട്ട്ഷെല്ല് നമ്മളൊന്നുകൂടി പറയാണ്. പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ റിലേഷൻ എന്താ ഇവിടെ വന്നത്? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന റിലേഷനാണ് വന്നത്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടിയേ? Q. ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. വാട്ട് വാസ് ഇക്വേഷൻ? ഇറ്റ് വാസ് mCp ഇൻറ്റു T2 മൈനസ് T1 ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ നമുക്ക് ഇവിടെ വേണേൽ Q1 to 2 എന്ന് കൊടുക്കാം. ദെൻ W വർക്ക് ട്രാൻസ്ഫർ, W1 to 2 എന്ന് പറയുന്നത് P ഇൻറ്റു V2 മൈനസ് E1. ഇത്രയും ഇക്വേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ PVT റിലേഷൻ എന്താണ്? V ഈസ് പ്രൊപ്പോർഷണൽ ടു T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അത് നമ്മൾ വെളിയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഇതാണ്, വർക്ക് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഇതാണ് എന്നറിയുക. ഓക്കെ, നൗ നമ്മളിനി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നെക്സ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ്സായ ഐസോകോറിക് പ്രോസസ്. Isobaric process, or it is otherwise called as constant volume process. So let's see isocoric process. Okay, isocoric process or constant volume process. Isocoric process or constant volume process. Okay, അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഹിയർ ദ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? വോളിയം ഈസ് കോൺസ്റ്റന്റ് അല്ലേ? വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. സോ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? ഗ്യാസ് ഇക്വേഷൻ ഇറ്റ് ഈസ് PV = MRT. ഇവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ MR in this case MR by V എന്ന് പറയുന്നത് വരും. MR by V എന്ന് പറയുന്നത് P/T എന്ന് വരും അല്ലേ? P/T അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് അല്ലേ? ശരിയല്ലേ? V ഈസ് എ കോൺസ്റ്റന്റ്, M ഈസ് എ കോൺസ്റ്റന്റ്, R ഈസ് എ കോൺസ്റ്റന്റ്. സോ MR by V ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. എന്താണ് ഈ റിലേഷൻ വെച്ചിട്ട്? P/T അല്ലേ? സോ നമുക്കിവിടെ കിട്ടിയ റിലേഷൻ എന്താണ്? P/T ഈസ് എ കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് ദാറ്റ്
P is directly proportional to T. P is directly proportional to T at constant volume. Which is that law? ഓർമ്മയുണ്ടോ? ഏത് ലോ ആണ്? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഏത് ലോ ആയിരുന്നു? ഇറ്റ് ഈസ് ഗേ-ലൂസാക്ക് ലോ അല്ലേ? ഗേ-ലൂസാക്ക് ലോ. പ്രഷർ ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എന്തായിരുന്നു? ഗേ-ലൂസാക്ക് ലോ. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ഇതിൻ്റെ ഒരു പി വി ഡയഗ്രാം വരച്ചാൽ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക? നമ്മൾ നേരത്തെ വരച്ച കണക്ക് ഇതിൻ്റെ ഒരു പി വി ഡയഗ്രാം വരച്ചാൽ the PV diagram. So again pressure is taken on y-axis, volume to be precise specific volume is taken on x-axis. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? വോളിയം ആണല്ലേ. സോ we will get a vertical line like this. This is state 1, this is state 2. Process from 1 to 2. കാരണം എന്ത് കോൺസ്റ്റന്റ് ആണ്? V1 is equal to V2. So for all the thermodynamic state, volume remains a constant. So we will get a vertical line or vertical graph, a curve, straight line in thermodynamic coordinates, PV coordinate. Clear അല്ലേ? നേരത്തെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരുന്നു. തിരിച്ച് കോൺസ്റ്റന്റ് വോളിയം ആയപ്പോഴോ എന്തായിട്ട് മാറി? ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് മാറി. ഇതാണ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഇനി നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ്? രണ്ട് ക്വാണ്ടിറ്റി എന്തൊക്കെയാ? ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും അറിയണം അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആൻഡ് വർക്ക് ട്രാൻസ്ഫർ ഇൻ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഹീറ്റ് ട്രാൻസ്ഫർ, വാട്ട് ഇസ് ഇക്വേഷൻ? ഇറ്റ് ഈസ് Q is equal to mc delta T അല്ലേ? ഇവിടെ പ്രോസസ് Q ഫ്രം 1 to 2 is equal to m into C എന്തായി മാറും? ഇവിടെ C എന്തായി മാറും? CV ആയി മാറും. ബിക്കോസ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. സോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം മാറും. Again temperature is T2 minus T1. So what is the heat transfer here? Q1 to 2 is mCV into T2 minus T1. And what about work transfer? ഒരുപാട് എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ വർക്ക് ട്രാൻസ്ഫർ ഇൻ ഐസോകോറിക് പ്രോസസ് ഓർ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്? വാട്ട് ഈസ് വർക്ക് ട്രാൻസ്ഫർ? W is equal to integral P dV. P into what is dV? Change in volume. What is this process? It is constant volume process. If volume is constant, what is dV? Change in volume. It is 0. So integral P into 0, that is equal to 0. What is the reason? Since dV equal to 0. So work transfer or work done in constant volume process is 0. Very important. എപ്പോഴും ഓർക്കുക, വാട്ട് ഈസ് വർക്ക് ഡൺ ഓർ വർക്ക് ട്രാൻസ്ഫർ ഇൻ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്? ഇറ്റ് ഈസ് 0. വാട്ട് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ? mCV delta T or mCV into T2 minus T1. But work done is 0. Heat transfer is there, but work done is 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഐസോകോറിക് പ്രോസസ് ഓർ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, വോളിയം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. സോ അത് വെച്ച് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ എന്താണ്? P is proportional T, that is Gay-Lussac law. P is proportional T at constant volume. നമ്മൾ അതിൻ്റെ ഒരു പി വി ഡയഗ്രാം വരച്ചാൽ we will get a vertical line because volume remains a constant at all states, right? And about heat transfer and work transfer, Q is 1 to 2 is mCV into T2 minus T1 and work done is 0. Okay? So that is the second process, that is isocoric process. Okay? So അതിൻ്റെ ഒരു ഐസോകോറിക് പ്രോസസ്, അതിൻ്റെ നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഒന്ന് നമുക്കൊന്ന് എഴുതാം. എന്തൊക്കെയാണ് ഐസോകോറിക് പ്രോസസ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്താണ്? വിച്ച് ക്വാണ്ടിറ്റി ഈസ് കോൺസ്റ്റന്റ്? വോളിയം
remains a constant. That is the first thing you have to understand. Volume remains a constant. Then relation between PVT is P is proportional to T. Pressure is proportional to temperature at constant volume. Then what is equation for heat transfer? Heat transfer equation is Q is equal to Q1 to 2 is mCV into T2 minus T1. mCV into T2 minus T1. And what about work transfer? Work transfer is W will be equal to 0. Very important. Work transfer is 0 for constant volume process. So we have discussed about constant pressure process and constant volume process. Now let's move on to the third process, which is what is called as constant temperature process or isothermal process. Constant temperature process or isothermal process. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും മനസ്സിലായെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയാതെ ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ എന്താ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ്? ദ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ? തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. സോ ലെറ്റ്സ് സീ isothermal process. Isothermal process or constant temperature process. ഇപ്പോൾ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. സോ വാട്ട് ഇസ് ദ റിലേഷൻ? വി ഹാവ് PV is equal to MRT. ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? M കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ്, എന്തും കോൺസ്റ്റന്റ്, Tയും കോൺസ്റ്റന്റ്. സോ വാട്ട് ഇസ് ദ റിലേഷൻ? PV equal to a constant അല്ലേ? PV equal to a constant. ഇത് ഏത് ലോ ആണ്? PV equal to a constant. ഇത് ഗവേൺ ചെയ്യുന്ന ഏത് ലോ ആണ്? ഏത് ഗ്യാസ് ലോ ആണ്? ഇറ്റ് ഈസ് ബോയിൽസ് ലോ. പ്രഷർ ഈസ് എന്താണ് ബോയിൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ റിലേഷൻ എന്താണ്? PV ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്? P is proportional to 1 by V. Inversely proportional relation ആണല്ലേ? P is inversely proportional to volume. Pressure is inversely proportional to volume എന്ന റിലേഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. PV ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ? സോ അത് ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ്? ഗ്യാസ് ലോ ഏതാണ്? ബോയിൽസ് ലോ. ഇനി നമ്മൾ ഇവിടെ വരച്ചുകൊണ്ടിരുന്നത്? നമ്മൾ എന്ത് വരയ്ക്കും? PV ഡയഗ്രാം വരയ്ക്കും അല്ലേ? വാട്ട് ഈസ് isothermal process in a PV diagram? We will get a rectangular hyperbola. നമ്മൾ ഓൾറെഡി ബോയിൽസ് ലോ പറഞ്ഞപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഫ്രം സ്റ്റേറ്റ് 1 to 2 അല്ലേ? റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ വേരിയേഷൻ അല്ലേ? സോ ഈ കർവ് എന്ന് വെച്ചാൽ എന്താണ്? PV will be a constant. PV is equal to C. ഇതാണ് നമുക്ക് കിട്ടുന്ന PV ഡയഗ്രാം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട ഏതാണ്? എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഹീറ്റ് ട്രാൻസ്ഫർ അറിയണം, വർക്ക് ട്രാൻസ്ഫർ അറിയണം അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് P1V1 ഇൻറ്റു LN V2/V1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. P1V1 ഇൻറ്റു LN V2/V1. ഇത് തന്നെ പല ഫോമിൽ നമുക്ക് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഫോമിൽ എഴുതാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഇക്വേഷനാണ്. ഇതെന്ത് ലോഗരിതമാണ്? നാച്ചുറൽ ലോഗരിതമാണ്. log to the base E ആണല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? log to the base 10ലേക്ക് കൊണ്ടുപോയാലോ? എങ്ങനെ മാറ്റാൻ പറ്റും? LN നമ്മൾ LOGയിലേക്ക് മാറ്റുമ്പോൾ എന്ത് 2.3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2.3 ഇൻറ്റു P1V1 log V2/V1 എഴുതാം. ഇതൊരു ഫോം. ഇനി മറ്റൊരു ഫോം ഞാൻ എഴുതുകയാണ്. Q is equal to P1V1 വരെ എനിക്ക് എന്തെഴുതാം? MRT1 എഴുതിക്കൂടെ? സോ MRT1 ഇൻറ്റു LN V2/V1 എഴുതാം. ഇതൊരു ഫോം. V2/V1 ഇത് മറ്റൊരു ഫോം. ഇനി ഒരു ഫോം കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. P1V1 ഇൻറ്റു LN P1/P2 എന്ന് എഴുതാം. കാരണം ആദ്യത്തെ മൂന്നിലും നമ്മൾ വോളിയം റേഷ്യോ ആണ് എടുത്തത്. ഇവിടെ ഞാൻ പ്രഷർ റേഷ്യോ എഴുതി. ബിക്കോസ് വി ഹാവ് PV is a constant. സോ P1V1 എന്ന് വെച്ചാൽ എന്താണ്? So we have
P1 V1 is equal to P2 V2. So V2 by V1 എന്ന് വെച്ചാൽ എന്ത് വരും? V2 by V1 P1 by P2 അല്ലേ? P1 by P2 അല്ലേ? So V2 by V1 ആയിരിക്കും എന്തെഴുതാം? P1 by P2. അപ്പോൾ ഈ 4 റിലേഷൻ നമുക്ക് ജനറലി ഈ ഹീറ്റ് ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 4 റിലേഷൻ ഏതൊക്കെയാണ്? P1 V1 to ln V2 by V1, 2.3 into V1 P1 V1 into log. അപ്പോൾ ln log ആയി കൺവേർട്ട് ചെയ്യാൻ 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ P1 V1 വരെ MRT1 എഴുതാം. ഇല്ല എങ്കിൽ V2 by V1 വരെ എനിക്ക് P1 by P2 എന്ന് എഴുതാം. ഇങ്ങനെ പല ഫോമിൽ, ഈ ഫോം എല്ലാം നിങ്ങൾ മനസ്സിലാക്കി. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞൊരു കുറേ ഈ ഫോമിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വേണേൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ ബാക്കി എല്ലാം നമുക്ക് എഴുതാം. എന്താ? ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. നൗ ഫൈനലി നമ്മൾ എന്താണ് എടുക്കുന്നത്? വർക്ക് ട്രാൻസ്ഫർ ആണല്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ട്രാൻസ്ഫർ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ഈസ് P1 V1 into ln V2 by V1. What's the relation? Same. That is very, very important. For isothermal process, heat transfer and work transfer are same. So the same equation holds for both heat transfer and work transfer for only thermodynamic process, which is that isothermal process. സോ നമ്മൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു? ഐസോതെർമൽ പ്രോസസ് വെച്ചാൽ എന്ത് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അതായത് PV ഈസ് എ കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. ഏതിലോ? ബോയിൽസിലോ. അത് നമ്മൾ PV ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്ടാംഗിൾ ഹൈപ്പർബോള കിട്ടും. ദെൻ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിന് ഇങ്ങനെ 4 ഇക്വേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വർക്ക് ട്രാൻസ്ഫറും സെയിം ഇക്വേഷൻ തന്നെ. സോ ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഐസോതെർമൽ പ്രോസസ് നമ്മൾ ഒന്നുകൂടി ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്താൽ, ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ? ഐസോതെർമൽ പ്രോസസ് എന്താണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. സോ PV ഈസ് എ കോൺസ്റ്റന്റ് ഓർ P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V. ഇതാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. ദെൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ 4 ഇക്വേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ 4 ഇക്വേഷൻ പറഞ്ഞു. ഏതൊക്കെയാ? ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? എന്തൊക്കെയാണ് ഇക്വേഷൻ? P1 V1 into ln V2 by V1 ഒരു ഇക്വേഷൻ. പിന്നൊരു ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ എന്ത് പറയാം? ഇതിന് പകരം നമുക്ക് എന്തെടുക്കാം? ഈ ln നെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്താൽ 2.3 into P1 V1 log V2 by V1 അതൊരു ഇക്വേഷൻ. ദെൻ അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എന്തായിരുന്നു? P1 V1 എന്ത് കൊടുക്കാം? MRT1 into ln V2 by V1 ഇങ്ങനൊരു ഇക്വേഷൻ കൊടുക്കാം. ഇല്ല എങ്കിൽ വേറെ എന്ത് ഇക്വേഷൻ കൊടുക്കാം? V2 by V1 ആയിരിക്കും എനിക്ക് എന്തും കൊടുക്കാം? P1 by P2 എന്ന് കൊടുക്കാം അല്ലേ? P1 by P2. ഈ 4 ഇക്വേഷൻ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ട് പറയാം. ഈ ട്രാൻസ്ഫർ P1 V1 ln V2 by V1, അതേപോലെ അതിനെ കൺവേർട്ട് ചെയ്ത് ലോഗ് ആക്കുമ്പോൾ ഇക്വേഷൻ. ദെൻ ഫൈനലി ഒന്നുകൂടി ഉണ്ടല്ലോ, വർക്ക് ട്രാൻസ്ഫർ. വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നില്ല. Finally, work transfer is equal to heat transfer. Heat transfer the same equation ആണ് work transfer എന്നുള്ളത്. That is what is called as isothermal process or constant pressure process. So, constant pressure, constant volume and constant temperature processes. Okay.